എന്റെ ഉമ്മ ചോദിക്കും ഞാൻ എന്തേ എന്ന്. ആ സമയത്ത് ഉമ്മയോട് പറഞ്ഞു കൊടുക്കണം, ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞേക്കണം, ഞാൻ സലാം പറഞ്ഞു എന്ന് പറയണേ എന്ന് ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നാര മകനവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം കേൾക്കുമ്പോൾ നമ്മളും അതാ ആഗ്രഹിച്ചു പോകും, പടച്ചവനെ ഇതുപോലെ ഒരു മകൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ, ഇതുപോലെ ഒരു മകൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനും നിങ്ങളും ആഗ്രഹിച്ചു പോകുമല്ലോ. ഇതുപോലെയുള്ള മക്കളെ കിട്ടാൻ എന്റെ പ്രിയപ്പെട്ടവരെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് വാഴ്ച കേൾക്കാമെന്നവരോട് പറയുകയാ, അല്ലാഹുവേ പടച്ചവനെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ നിനക്ക് വേണോ? പടച്ചവനെ നിന്നെ ആദരിക്കുകയും നിന്നെ ബഹുമാനിക്കുകയും നിന്നെ സ്നേഹിക്കുകയും നിനക്ക് ഖിദ്മത്ത് ചെയ്യുകയും മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചാരത്ത് വന്ന് വെള്ളമൊഴിച്ചു തന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നു. അല്ലാഹുവേ പടച്ചവനെ നല്ലതുപോലെ നീ മരിച്ചതിന് ശേഷം നിന്റെ മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ പൊതിഞ്ഞു, നിസ്കരിച്ചു, പള്ളിയിൽ കൊണ്ടുപോയി ഖബറടക്കി. ആ മരിക്കുന്ന കാലം വരെ ആ മരിച്ചുപോയ ബാപ്പയുടെയും ഉമ്മയുടെയും ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്തു. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹു സ്വർഗത്തിലേക്ക് പോകാൻ അവസരം കൊടുക്കുമ്പോ പോകില്ല അല്ലാ, എന്റെ ഉമ്മയും എന്റെ ബാപ്പയും ഇല്ലാതെ സ്വർഗത്തിലേക്ക് കടക്കില്ല എന്ന് പറഞ്ഞു വാശി പിടിച്ചു. നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മുമ്പിൽ നിന്ന് ഉപ്പയെയും ഉമ്മയെയും കൊണ്ടുപോകുന്ന മകനാകണോ അതോ നാട്ടുകാരുടെ മുമ്പിൽ ഇവൻ എന്റെ വാപ്പയാണെന്ന് പറയാൻ നാണം കെടുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ഞാൻ ഇന്നവന്റെ മകനാണ്, ഇന്നവന്റെ എന്റെ മകളാണെന്ന് പറയാറ് വാപ്പ പടച്ചവനെ ഇഷ്ടപ്പെടുന്നില്ല, ഉമ്മ ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹുവിനോട് ചോദിക്കുന്നു, എന്തിനാ പടച്ചവനെ ഇങ്ങനെ ഒരുത്തനെ എനിക്ക് തന്നത് എന്ന് പടച്ചവനോട് പോലും സങ്കടത്തോടെ ചോദിക്കുന്ന ഉമ്മമാര്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് നീ ചെയ്ത നന്മകൾ കാരണം നീ സ്വർഗത്തിലേക്ക് പോകുമ്പോ ഈ മക്കൾ അല്ലാഹുവോട് പറയുന്ന, പടച്ചവനെ കൊടുക്കരുത് കൊടുക്കരുത്, എന്റെ മാതാപിതാക്കളെ എനിക്ക് മുമ്പേ നരകത്തിലേക്ക് വലിച്ചെറിയണേ എന്ന് പറയുന്ന മക്കളാകണോ? പ്രിയപ്പെട്ടവരെ, നല്ല മക്കളെ കിട്ടാനുള്ള വഴി എന്താണ്? നല്ല മക്കളെ കിട്ടാനുള്ള വഴി എന്താ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ ഒരു പിതാവ് തന്റെ മകന്റെ കൈപിടിച്ചുകൊണ്ട് ഉമർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. ആ വാപ്പയുടെ പരാതി എന്തെന്നറിയുമോ? എന്റെ പൊന്നുമകൻ എന്നെ അനുസരിക്കുന്നില്ല, എന്നെ ബഹുമാനിക്കുന്നില്ല, എന്നെ ആദരിക്കുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഖലീഫയായ ഉമർ തങ്ങളുടെ ചാരത്തേക്ക് തന്റെ പൊന്നാര മകന്റെ കൈപിടിച്ചുകൊണ്ട് വരികയാണ്. ഉമർ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് അവിടെന്ന് പറയുന്നു, തങ്ങളെ ഇവനെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കി തരണം തങ്ങളെ. ഉമർ തങ്ങളുടെ ചാരത്ത് തന്റെ പൊന്നാര മകനെ കൊണ്ടുവന്നിട്ട് പിതാവ് പറയുകയാ, ഇവനെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കി തരണം. പടച്ചവനെ, ഉമർ തങ്ങളാ ചെറിയ മകനെ അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, മോനെ, നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്, നിന്റെ വാപ്പ സ്വർഗത്തിന്റെ മധ്യകവാടമാണ്, നീ അവരെ ആദരിക്കണം, ബഹുമാനിക്കണം, പരിഗണിക്കണം, അവന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. ഇവരുടെ പൊരുത്തമില്ലാതെ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ല. ഒരു നല്ല മരണം അല്ലാഹു നിനക്ക് തരൂല. പടച്ചവനെ, മാതാപിതാക്കളോട് മക്കൾക്കുള്ള കടമകളെ കുറിച്ച് ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. ആ ചെറിയ മകനോട് ഉമർ തങ്ങൾ പറയുകയാ, നിന്റെ വാപ്പയോട് നിന്റെ ഉമ്മയോട് നിനക്ക് ഒരുപാട് കടമകളുണ്ട്, നീ അവരുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കരുത്, അവരുടെ മുമ്പിൽ നീ ഇരിക്കരുത്. പടച്ചവനെ, ഉമർ തങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. വാപ്പയ്ക്ക് വലിയ സന്തോഷമായി. കുരുത്തം കെട്ടെന്ന് പറഞ്ഞു കൊണ്ടുവന്ന പൊന്നാര മകൻ ഉമർ തങ്ങളുടെ മുമ്പിൽ സമാധാനത്തോടുകൂടി നിന്ന് എല്ലാം കേൾക്കുകയാ. അവസാനം അവിടെ നിന്ന് തിരിച്ചു പോകാൻ സമയമാകുമ്പോ ചെറിയ മകൻ ഉമർ തങ്ങളുടെ ചാരത്ത് നിന്ന് തന്റെ പിതാവിന്റെ കൈപിടിച്ചുകൊണ്ട് മടങ്ങി പോകാൻ സമയമാകുമ്പോ ചെറിയ കുട്ടി ചോദിക്കുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, ഉമർ തങ്ങളെ, ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. മാതാപിതാക്കളോട് മക്കൾക്കുള്ള കടമകളെ കുറിച്ച് നിങ്ങൾ ഇത്രയും നേരം എന്നെ ഉപദേശിച്ചല്ലോ.
എല്ലാം ഞാൻ കേട്ടു. തങ്ങളെ എനിക്കൊരു സംശയമുണ്ട്, ഞാൻ ചോദിച്ചു കൊള്ളട്ടെ. ഉമർ തങ്ങളോട് ആ ചെറിയ കുട്ടി ചോദിക്കുകയാണ്, ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞതും മക്കൾക്കും മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ചാ. എവിടെ പോയാലും മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽ ഞാൻ നിങ്ങൾ കേൾക്കുന്നവരാ മാതാപിതാക്കളോടും മക്കൾക്കുള്ള കടമ. അപ്പൊ ഉമർ തങ്ങൾ ഇത് തന്നെ പറഞ്ഞു കൊടുത്തു. ഈ ചെറിയ കുട്ടി ചോദിച്ചു, എനിക്കൊരു സംശയമുണ്ട്, നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു. ഉമർ തങ്ങൾ ചോദിച്ചു, മോനെ നിന്റെ സംശയം എന്താ? ആ സമയത്ത് ആ കുട്ടി ചോദിച്ചു, എന്റെ ഉപ്പായിക്ക് എന്നോട് വല്ല കടമയുമുണ്ടോ? എനിക്കെന്റെ മാതാപിതാക്കളോട് കടമയുള്ളതുപോലെ എന്റെ മാതാപിതാക്കൾക്ക് എന്നോട് വല്ല കടമയുമുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മോനെ നിന്റെ മാതാപിതാക്കൾക്ക് നിന്നോട് കടമയുണ്ട്, നിനക്ക് അങ്ങോട്ടുള്ളതുപോലെ തന്നെ. നിനക്ക് അങ്ങോട്ട് കടമയുള്ളതുപോലെ ഒരു വാപ്പയ്ക്കും ഉമ്മയ്ക്കും മക്കളോട് കടമയുണ്ട്. ഈ പറയുന്ന കടമകൾ നിങ്ങൾ ആരെങ്കിലും പാലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ കാരണം ഒരിക്കലും നിങ്ങൾക്ക് കണ്ണുനീര് കുടിക്കേണ്ടി വരില്ല. ആ മക്കളുടെ കൈപിടിച്ച് സ്വർഗത്തിൽ പോകാം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. ഈ പറയുന്ന കടമകൾ നിങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ മക്കളുടെ ഈ നാശത്തിന്റെ കാരണം നിങ്ങൾ തന്നെയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഓരോ മാതാപിതാക്കളും ചിന്തിക്കും, ഓരോ വാപ്പയും ഓരോ ഉമ്മയും ചിന്തിക്ക്, എന്റെ മക്കളോടുള്ള കടമ ഞാൻ പാലിച്ചിട്ടുണ്ടോ? എന്നെ കൊണ്ട് പാലിക്കാൻ പറ്റിയിട്ടുണ്ടോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുന്നു, മോനെ ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള കടമകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വയല് കേൾക്കാമെന്ന ഉമ്മമാരോട് പറയുകയാ, നല്ലതുപോലെ മക്കളെ കുറ്റപ്പെടുത്തുന്ന, മക്കളെ തല്ലുന്ന ഉമ്മമാര്, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കൊടുത്ത ഹദീസ് ഉമർ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള കടമകൾ എത്രയാണ്? ഉമർ തങ്ങൾ പറയുകയാ, 3 കടമകൾ അവിടെന്ന് എണ്ണി പറയുകയാ. ഈ പള്ളിയുടെ മുറ്റത്ത് നിരന്നിരിക്കുന്ന വാപ്പാ, ഈ പറയുന്ന കടമകൾ നീ പാലിച്ചിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഒന്നാമതായി പറയുന്നു, മോനെ ഒരു വാപ്പയ്ക്ക് തന്റെ പൊന്നാര മക്കളോടുള്ള കടമകളിൽ ഒന്നാമത്തെ കടമ എന്താ? നല്ല ഒരു ഉമ്മയെ കൊടുക്കല് വാപ്പയുടെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള കടമകളിൽ ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? എവിടെയെങ്കിലും കിടക്കുന്ന ഒരു പെണ്ണിനെയല്ല നീ ഉമ്മയാക്കി കൊടുക്കേണ്ടത്. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, നിസ്കരിച്ച് ശരീരം മറച്ചുകൊണ്ട് പടച്ചവനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ വേണം നിന്റെ മക്കൾക്ക് നീ ഉമ്മയായിട്ട് കൊടുക്കലൂ. അത് നിന്റെ ഒന്നാമത്തെ കടമയാണെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മക്കളോട് മാതാപിതാക്കൾക്കുള്ള കടമ, വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള കടമകളിൽ ഒന്നാമത്തെ കടമ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ വേണം അവൻ ഉമ്മയായിട്ട് കൊടുക്കാൻ. ഈ കുട്ടിയോട് ചോദിച്ചു, നിന്റെ ഉമ്മയാരാന്ന്? ഈ കുട്ടിയോട് ചോദിച്ചു, നിന്റെ ഉമ്മയാരാ? ആ കുട്ടി പറയുന്നുണ്ട്, എന്റെ ഉമ്മ മുസ്ലിം പോലുമല്ല, ഒരു അടിമ പെണ്ണ. അവള് പറയത്തില്ലേ അടിച്ചോണ്ട് വന്നെന്ന്. എവിടുന്നോ ഒരെണ്ണത്തിനെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ഉപ്പ മുസ്ലിം പോലും അല്ല, കെട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നല്ല മക്കളെ വെറുതെ കിട്ടൂല, അതിന് കഷ്ടപ്പാടുണ്ട്, അതിനൊരുപാട് ത്യാഗമുണ്ട്, അല്ലാതെ കിട്ടൂല. ഒരു ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ. ഈ ഇരിക്കുന്ന പള്ളിയുടെ ഈ സ്റ്റേജിന്റെ മുമ്പിൽ ഒരു വാഴ വെച്ചെന്ന് നിങ്ങൾ കരുതുക. ഒരു വാഴ വെച്ചു, വാഴ കുലച്ചു. വാഴ കുലച്ചു കഴിഞ്ഞിട്ട് കർഷകൻ ചെന്ന് നോക്കുമ്പോ, പള്ളിയുടെ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ നോക്കുമ്പോ വാഴ ഇങ്ങനെ ഉറങ്ങി തൂങ്ങി നിൽക്കുക. കൊല ഉദ്ദേശിച്ചതുപോലെ അത്ര നല്ലതായിട്ടില്ല. ഉടനെ സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജിയും കൂടെ നേരെ മാർക്കറ്റിൽ പോയിട്ട് നല്ല 18ന്റെ വളം മേടിച്ചുകൊണ്ട് വന്നിട്ട് പടച്ചോനെ വളവിടുന്നുണ്ട്, രാവും വൈകിട്ടും വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ കുലച്ച വല നേരെയാവോ? പറഞ്ഞങ്ങാതിമാരെ നേരെയാവോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? ഞാനാണോ ഇസ്രായേൽ ഫലസ്തീനിൽ ബോംബിടുന്നത്? നിങ്ങളുടെ ഒരു പ്രതികരണം കണ്ട
എടോ, ഈ കൊലച്ചു നിൽക്കുന്ന വാഴയുടെ ചുവട്ടിൽ എത്ര വെള്ളം ഒഴിച്ചാലും എത്ര വളവിട്ടാലും അത് ഉദ്ദേശിച്ചതുപോലെ ആവോ? എന്തുകൊണ്ട്? അപ്പൊ പിന്നെ ആദ്യം എന്തായിരുന്നു ചെയ്യണ്ടേ? പറയടാ മക്കളാ, വാപ്പമാരെ പറയണില്ല, എന്ത് ചെയ്യണമായിരുന്നു? അവന് നല്ല ബുദ്ധിയുണ്ട്. അവൻ പറയണത് ആദ്യമേ നല്ല വെള്ളമൊക്കെ ഒഴിക്കണമെന്നാണ്. എടോ, സത്യത്തിൽ മനസ്സിലാക്കേണ്ടത് ആദ്യം നല്ല വിത്ത് വാങ്ങലോ അല്ലെങ്കിൽ വളമിടലോ വെള്ളമൊഴിക്കലോ ഒന്നുമല്ല. യഥാർത്ഥ കർഷകൻ എന്ത് ചെയ്യുന്നറിയോ? ഇവിടെ വാഴ വെച്ചാൽ കിളിക്കുമെന്ന് നോക്കും. കർഷകന് മണ്ണ് കണ്ടാൽ അറിയാം, വളക്കൂറുള്ള മണ്ണ്. മണ്ണ് കണ്ടാൽ തന്നെ കർഷകനറിയാം ഇവിടെ വാഴ വെച്ചാ കിളിക്കുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള വിവരം കർഷകനുണ്ട്. ഞാൻ എന്തിനാണ് ഈ ഉദാഹരണം പറഞ്ഞതെന്നറിയോ? പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിന്റെ ഭാര്യ എന്ന് പറയുന്നത് നിന്റെ കൃഷിയിടമാണ് മോനെ. വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. നല്ല ഉമ്മമാരുണ്ടല്ലോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ ലോകത്ത് കടന്നു വന്ന ചരിത്രമെടുത്തു നോക്കലോ. പടച്ചറപ്പിനെ ഭയന്ന് ജീവിച്ചിരുന്ന ഉമ്മമാര് വളർത്തിയ പ്രവാചകന്മാരുടെ ചരിത്രം കാണാം. പ്രവാചകന്മാരെ അധികം പേരും വളർത്തിയത് അവരുടെ ഉമ്മമാരായിരുന്നല്ലോ. സ്വഹാബത്തിന്റെ കഥയുണ്ടല്ലോ. താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്. എന്തിനായി പള്ളിയുടെ മുറ്റത്ത് കിടക്കുന്ന നിങ്ങൾ ആദരിക്കുന്ന 3 പേര് കിടക്കുന്നുണ്ടല്ലോ. ഇവരുടെയൊക്കെ ഉമ്മമാരെ കുറിച്ച് പഠിച്ചു നോക്കണം. പ്രിയപ്പെട്ടവരെ, നല്ല ഉമ്മമാര് വളർത്തിയ മക്കൾ ഒരിക്കലും തലതിരിഞ്ഞു പോകില്ല. ആയിരക്കണക്കിന് ചരിത്രങ്ങളുണ്ടല്ലോ, ആയിരക്കണക്കിന് ചരിത്രങ്ങളുണ്ടല്ലോ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മാതാപിതാക്കൾ നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ വല്ലാത്ത ഭയമായിരുന്നു, പടച്ചറബിനെ വല്ലാത്ത പേടിയായിരുന്നു. അല്ലാഹുവേ, എന്ത് കഴിച്ചാലും അത് ഹലാലാണെന്ന് ഉറപ്പുവരുത്താതെ കഴിക്കാത്ത ചെറുപ്പക്കാരൻ ഹലാലായ ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ. ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് കഴിക്കാൻ ഭക്ഷണമില്ലാതെ ദിവസങ്ങളായിട്ട് പട്ടിണിയാട്. പടച്ചവനെ അങ്ങനെ വീടിനകത്ത് കിടന്നിട്ട് ഉറക്കം വരാതെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം തന്നാലോ ഇബ്രാഹിം ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. പടച്ചവനെ ഭക്ഷണമില്ല. അവസാനം നടക്കാൻ കഴിയാതെ ഒരു പുഴയുടെ ചാരത്തുകൂടെ നടന്നു വരുമ്പോ അവിടുന്ന് തളർന്നു താഴെ വീഴുകയാ. സാബിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാർ അവിടുന്ന് പടച്ചവനെ തളർന്നു വീഴുകയാണ്. ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ കഴിയാതെ വിശപ്പിന്റെ കാഠിന്യത്താൽ അവിടെ തളർന്നു കിടക്കുമ്പോ ഒരു ആപ്പിളിങ്ങനെ ഒരു പഴമിങ്ങനെ ഒഴുകി വരികയാ. ആപ്പിളിങ്ങനെ ഒഴുകി വരികയാണ്. വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ആപ്പിള് കണ്ടപ്പോ തളർന്നു കിടക്കുന്ന സാബിത്തിന് വല്ലാത്ത ആഗ്രഹം തോന്നുകയാണ്. ആ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന പഴമെടുത്തിട്ട് സാബിത്ത് പടന്ന് കഴിക്കുകയാ. ആർത്തിയോടുകൂടി ആപ്പിളങ്ങ് തിന്നുകയാണ്. പകുതി തന്റെ ആമാശയത്തിലേക്ക് ചെന്നപ്പോ ാണ് ബുദ്ധി വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, ഇതാരുടേതാണെന്ന് എനിക്കറിയില്ലല്ലോ, ഞാൻ ഹറാമ് കഴിച്ചു പോയല്ലോ, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ലല്ലോ, നന്മകൾ അല്ലാഹു സ്വീകരിക്കില്ലല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ.
കിടന്ന് നിലവിളിക്കുകയാണ്. കണ്ടവർ മുഴുവനും ചിന്തിച്ചു ഭ്രാന്ത് പിടിച്ചെന്ന്. കാരണം അതുപോലെ കിടന്ന് നിലവിളിക്കുകയാണ്. പടച്ചവനെ ഹറാം കഴിച്ചു പോയതിന്റെ പേരിൽ സാബിത്തവിടുന്ന് പുഴയ്ക്ക് എതിരായിട്ട് ഓടുകയാണ്. എവിടെ നിന്നാണ് ഈ പഴം വീണത്? ഏത് തോട്ടത്തിൽ നിന്നാണ് വീണത്? കിലോമീറ്ററുകളോളം സഞ്ചരിക്കുകയാ, കിലോമീറ്ററോളം സഞ്ചരിക്കുകയാണ്. അവസാനം അവിടുന്ന് തോട്ടം കണ്ടുപിടിക്കുകയാണ്. അവിടുന്ന് തോട്ടം കണ്ടുപിടിച്ചു. അല്ലാഹുവേ, തോട്ടത്തിനകത്ത് കടന്നു ചെന്നിട്ട് കണ്ട മനുഷ്യനോട് അതാ സാബിത്ത് കരഞ്ഞുകൊണ്ട് സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കരയുകയാ. എന്നിട്ട് പറയുന്നു, എനിക്ക് പൊരുത്തം തരണേ, എനിക്ക് പൊരുത്തം തരണേ. ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, എനിക്ക് പൊരുത്തം തരാൻ അവകാശമില്ല. കാരണം ഞാൻ ഇതിന്റെ മുതലാളിയല്ല, തൊഴിലാളിയാ. എന്റെതല്ല നിനക്ക് പൊരുത്തം തരാറ്. അവിടെന്ന് ചോദിക്കുന്ന മുതലാളിയുടെ വീട് എവിടെയാണ്? 3 ദിവസം രാവും പകലും സഞ്ചരിക്കാനുള്ള ദൂരമുണ്ട്. സാബിത്ത് പറയുകയാ, എത്ര നടക്കാനും ഞാൻ തയ്യാറാണ്. പടച്ചവനെ, 3 അല്ല 300 കൊല്ലം നടക്കേണ്ടി വന്നാലും പോകാൻ തയ്യാറാ. അവിടെന്ന് പറഞ്ഞ അടയാളം വെച്ചുകൊണ്ട് സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ തോട്ടത്തിന്റെ മുതലാളിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. പടച്ചവനെ, ഒരു പ്രായം ചെന്ന മനുഷ്യനെ കാണുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പൊരുത്തം തരണേ, എനിക്ക് പൊരുത്തം തരണേ. അവിടെന്ന് സാബിത്ത് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ ആ മനുഷ്യൻ ചിന്തിച്ചു, അല്ലാ, ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല, ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല. ആയിരുന്നെങ്കിൽ ഇവിടെ വരെ വരില്ലായിരുന്നു. ആ മനുഷ്യന് വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, പൊരുത്തപ്പെട്ടു തരാ, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എനിക്കൊരു മകളുണ്ട്, അവൾക്ക് കണ്ണ് കാണൂല, അവൾക്ക് ചെവി കേൾക്കൂല, അവളുടെ കാലിന് സ്വാധീനമില്ല. ഇങ്ങനെയുള്ള എന്റെ മകളെ നീ വിവാഹം കഴിച്ചാ നിനക്ക് ഞാൻ പൊരുത്തം തരാ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരനായ ആ ചെറുപ്പക്കാരൻ അവിടെന്ന് ചിന്തിച്ചു, അല്ലാ, ഇത് ദുനിയാവാണല്ലോ, ആഖിറമാണ് രക്ഷപ്പെടേണ്ടത്, ആഖിറമാണ് രക്ഷപ്പെടേണ്ടത്. അവിടെന്ന് വിവാഹത്തിന് സമ്മതിക്കുകയാണ്. പടച്ചവനെ, നിക്കാഹ് കഴിച്ചു. അവസാനം മണിയറയ്ക്കകത്ത് കടന്നു ചെല്ലുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് മണിയറയ്ക്കകത്ത് ഒരുങ്ങിയിരിക്കുകയാണ്. സാബിത്ത് ചോദിക്കുന്നു, എവിടെ എന്റെ ഭാര്യ എവിടെ? കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, കാലിന് സ്വാധീനമില്ലാത്ത എന്റെ ഭാര്യ എവിടെ എന്ന് ചോദിക്കുമ്പോ പെണ്ണ് പറഞ്ഞു, സാബിത്തേ, ഞാൻ തന്നെയാ നിന്റെ ഭാര്യ. എന്റെ കണ്ണിന് കാഴ്ചയുണ്ട്, എന്റെ ചെവിക്ക് കേൾവിയുണ്ട്, എന്റെ കാലിന് സ്വാധീനമുണ്ട്. പിന്നെ എന്റെ പിതാവ് ഇല്ലെന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? വച്ച കാലം മുതലേ എന്റെ കണ്ണുകൊണ്ട് ഹറാം കണ്ടിട്ടില്ല, എന്റെ ചെവി കൊണ്ട് ഹറാം കേട്ടിട്ടില്ല. അല്ലാഹു പോകരുതെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എന്റെ കാലുകൊണ്ട് ഞാൻ പോയിട്ടില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാല് ആ പെണ്ണ് അള്ളാനെ ഭയന്ന് ജീവിച്ചിരുന്ന പെണ്ണാണ്. പടച്ചവനെ ഭയന്ന് ജീവിച്ചിരുന്ന പെണ്ണായിരുന്നു. പടച്ചവനെ, ഈ ചെറുപ്പക്കാരനും ആ പെണ്ണും കൂടെ മണിയറക്കകത്ത് കയറിയടോ. അവര് രണ്ടുപേരും കൂടെ കൃഷിയിറക്കി, അവര് രണ്ടുപേരും കൂടെ കൃഷിയിറക്കി. അല്ലാഹു അവർക്കൊരു വിളവ് കൊടുത്തടോ. വയറ്റിൽ പറന്ന മകനാരെന്നറിയോ? മഹാനായ ഇമാമുന അബൂ ഹനീഫ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ, ഈ മനുഷ്യന്റെയും ഈ പെണ്ണിന്റെയും മകനായിരുന്നു എന്ന് ചരിത്രം അവിടെ നിന്ന് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. ഒരുപാട് ചരിത്രമുണ്ടല്ലോ. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മോനെ, ദീനിനെ
ദീനിനെ പരിഗണിക്കടാ. ദീനുള്ള പെണ്ണ് ദീനുള്ള പെണ്ണിനെ വേണം പരിഗണിക്കാൻ. ദീനിനെയാണ് പരിഗണിക്കേണ്ടത്. അല്ലാതെ എവിടെയെങ്കിലും കിടക്കുന്നവന്റെ കൂടെ കൂടിയിട്ട് കാര്യമില്ല. അതാ ഖുർആൻ പറയുകയാ, നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. ഒരു ചരിത്രം പറയട്ടെ. മുബാറക് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരനാണ്. കോടീശ്വരനായ മുതലാളിയുടെ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരനാണ് മുബാറക്. ഒരു ദിവസം സുന്ദരിയായ മകളെ കാണാൻ, മകളെ പെണ്ണു കാണാൻ വീട്ടിലേക്ക് വിരുന്നിന് ആൾക്കാർ വന്നപ്പോ മുബാറക്കിനെ വിളിച്ചിട്ട് യജമാനൻ പറയുകയാ, എന്റെ മകളെ പെണ്ണ് കാണാൻ ആള് വന്നിരിക്കുകയാണ്. നീ മുന്തിരിത്തോട്ടത്തിൽ പോയിട്ട് പാകമായ ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവാ. കോടീശ്വരന്റെ മകളെ പെണ്ണ് കാണാൻ ആള് വന്നപ്പോ മുബാറക് എന്ന് പറയുന്ന മുന്തിരിത്തോട്ടത്തിലെ തൊഴിലാളിയെ വിളിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, നീ പോയിട്ട് പാകമായ ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവരാൻ. മുബാറക് ഓടിച്ചെന്നു. ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു. യജമാനം ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോ വല്ലാത്ത പുളിപ്പ്. യജമാനം പറഞ്ഞു, മുബാറക്കെ, വിരുന്നുകാർക്ക് കൊടുക്കാനുള്ളതാ, മധുരമുള്ളത് പറിച്ചു കൊണ്ടുപോടാ. മുബാറക്ക് രണ്ടാമതും പോയി ഒരു കുല മുന്തിരി നോക്കി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു. യജമാനൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കുമ്പോ വല്ലാത്ത കയ്പ്. ആദ്യം കൊണ്ടുവന്നതിന് പുളിയായിരുന്നു, രണ്ടാമത് കൊണ്ടുവന്നതിന് കയ്പായി. യജമാനന്റെ മുഖം ചുമന്നു, ശബ്ദമുയരാൻ തുടങ്ങി. യജമാനൻ പറഞ്ഞു, പോടാ മുബാറക്കെ, മധുരമുള്ളത് പറിച്ചു കൊണ്ടുവാ, എന്റെ മകളെ കാണാൻ വീട്ടിൽ ആള് വന്നിരിക്കുകയാ. മുബാറക് എന്ന് പറയുന്ന മനുഷ്യൻ മൂന്നാമതും പോയി മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ കയ്യിൽ കൊടുത്തു. യജമാനൻ കഴിച്ചു നോക്കുമ്പോ വല്ലാത്ത കയ്പും വല്ലാത്ത പുളിപ്പും. പിന്നെ ഒന്നും നോക്കിയില്ല. നീ എന്നെ കളിയാക്കുന്നോടാ, നീ എന്നെ കളിയാക്കുന്നോടാ എന്ന് പറഞ്ഞുകൊണ്ട് മുബാറക്കിനെ തല്ലുകയാ. നിനക്കറിയില്ലേടാ. മുബാറക്ക് പറയുന്നു, എനിക്കറിയില്ല. യജമാനോട് പറയുന്നു, എനിക്കറിയില്ല. മധുരമുള്ളതും മധുരമില്ലാത്തതും ഏതാണെന്ന് എനിക്കറിയില്ല. വിളഞ്ഞതും വിളയാത്തതും എനിക്കറിയില്ല. മുബാറക്കിനെ തല്ലുന്നുണ്ട്. യജമാനൻ ചോദിച്ചു, 10 കൊല്ലമായില്ലേ നീ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഈ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷമായില്ലേടാ. നിനക്ക് ഇതുവരെ മധുരമുള്ളതും മധുരമില്ലാത്തതും അറിയില്ലേ എന്ന് പറഞ്ഞ് തല്ലുമ്പോ ആ മുബാറക്ക് കരഞ്ഞുകൊണ്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 10 വർഷക്കാലമായി ഞാൻ ഈ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നു. നിങ്ങൾ തിന്നാൻ എനിക്ക് അനുവാദം തന്നിട്ടുണ്ടോ? നിങ്ങൾ എനിക്ക് മുന്തിരി തിന്നാൻ അനുവാദം തന്നിട്ടുണ്ടോ? നിങ്ങൾ ജോലി ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇന്നുവരെ താഴെ വീണ ഒരു മുന്തിരി പോലും ഞാൻ എറിത്ത് കഴിച്ചിട്ടില്ല. കഴിച്ചാലല്ലേ മധുരമുള്ളതും മധുരമില്ലാത്തതും എനിക്ക് അറിയുകയുള്ളൂ. യജമാനന്റെ കൈവിറക്കാൻ തുടങ്ങി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എടോ, 10 വർഷം ഒരു മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് ഒരു താഴെ വീണ മുന്തിരി പോലും ആ ചെറുപ്പക്കാരനെടുത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ ആരാണെന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കഷ്ടപ്പെട്ട് ഗൾഫിൽ പോകും. അറബി ഇവന്റെ സങ്കടം കണ്ടിട്ട് ഇവനെ കൂടെ കൂട്ടും. ഒരു കച്ചവടമൊക്കെ തുടങ്ങി അവിടെ കടയിൽ പിടിച്ചിരുത്തും. എന്നിട്ട് അറബിയെ തീങ്കാനയിലാക്കിയിട്ട് ഇവൻ നാട്ടിൽ വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അറബി എവിടാ? അയാളെ തീങ്കാനയില. ഇവിടെ നല്ല കോടീശ്വരനാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇന്നത്തെ മനുഷ്യന്റെ വിശ്വസ്തതയും അമാനത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോ നിങ്ങൾ ചിന്തിക്ക്. നമ്മുടെ പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പുണ്ടല്ലോ, നമ്മുടെ പള്ളികളിലെ ബാത്റൂമിന്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പിന്റെ മൂക്ക് വരെ വെട്ടിയിട്ടിരിക്കുക, അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്തിനാണെന്ന് എനിക്ക് ഇന്ന് വരെ തിരിഞ്ഞിട്ടില്ല. പള്ളിയുടെ എന്തിനായിരിക്കും സഖാഫി? ഈ ബാത്റൂമിന്റെ മുമ്പിലിടുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടണേ. ആരോടാ പറയണേ? വെള്ളിയാഴ്ച അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. ഓ, ഹജ്ജ് ചെയ്ത കൂലിയ. ഇറങ്ങിയിട്ട് കാലിന് പറ്റുന്ന ചെരുപ്പിട്ടുണ്ട് പൊക്കളയും. പാവങ്ങൾ എഴുന്നേറ്റ് നിന്ന് കറങ്ങുന്ന കാണാം. എടോ, മുബാറക് എന്ന് പറയുന്ന അടിമ 10 കൊല്ലം ഒരു മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് ഒരു മുന്തിരി പറിച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്ക്. യജമാനന്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ആ മനുഷ്യൻ നേരെ വീടിനകത്ത് കയറി ചെന്നു. തന്റെ പൊന്നാര മകളെ കാണാമെന്നവരെയൊക്കെ പറഞ്ഞു വിട്ടു. എന്നിട്ട് മകളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, വാപ്പ നിനക്ക് വേണ്ടി ഒരു പുതിയാപ്പളയെ കണ്ടെത്തി. വാപ്പ നിനക്ക് വേണ്ടി ഒരു പുതിയാപ്പളയെ കണ്ടെത്തി. ഈ പെൺകുട്ടി ചോദിച്ചു, ആരാ വാപ്പ? നമ്മുടെ പറമ്പിൽ ജോലി ചെയ്യണ മുബാറക്കില്ലേ, ഓനെയാ ഞാൻ തെരഞ്ഞെടുത്തത്.
നമ്മുടെ പറമ്പിൽ ജോലി ചെയ്യുന്ന മുബാറക്കിനെയാ. ആ പെൺകുട്ടി ചോദിച്ചു, എന്തേ വാപ്പ ആരെയും കിട്ടിയില്ലേ? ഉപ്പ എന്താ ഈ തോട്ടത്തിലെ തൊഴിലാളിയെ തെരഞ്ഞെടുക്കാനുള്ള കാരണം? വാപ്പ പറഞ്ഞു കൊടുത്തു, മോളെ അവൻ അള്ളാഹുവിനെ പേടിയുള്ളവനാ, അവനെക്കാളും ഒരു നല്ലവനെ തെരഞ്ഞെടുക്കാൻ ഇനി എനിക്ക് കഴിയില്ല. ആ പെൺകുട്ടി പറഞ്ഞു, വാപ്പായിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് സമ്മതമാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ പെൺകുട്ടി പറഞ്ഞ 1400 കൊല്ലം മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പെണ്ണ് ഉപ്പയോട് പറയാ, വാപ്പയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കിഷ്ടമാ. ഇത് പണ്ട്. ഇപ്പൊ ആലോചിക്കേ, +1-നും +2-നും പഠിക്കുന്ന പെൺകുട്ടി വീട്ടിൽ വന്നിട്ട് വാപ്പാനോട് പറയും, ഞാൻ ഒരുത്തനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് അവനെ മതി. വാപ്പ നോക്കണ്ട, വാപ്പ തിരഞ്ഞെടുക്കണ്ട. ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാൻ തന്നെ ഒരുത്തനെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. മോളെ അവൻ നമ്മുടെ സമുദായമല്ല, അതൊന്നും കുഴപ്പമില്ല വാപ്പ. മോളെ അവൻ കള്ളു കുടിക്കും, അതിപ്പോ എല്ലാരും കുടിക്കും വാപ്പ. അവൻ കഞ്ചാവ് അടിക്കും, അത് കുഴപ്പമില്ല വാപ്പ. എനിക്ക് അവനെ തന്നെ മതി. എനിക്ക് അവനെ കെട്ടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും. കോടതി വെച്ച് ചോദിക്കുമ്പോ നിങ്ങൾ നാണം കിടും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മുബാറക് എന്ന് പറയുന്ന മനുഷ്യനും ആ പെണ്ണും കൂടെ കുടുംബജീവിതം നയിച്ചു. അള്ളാഹു അവർക്ക് കൊടുത്ത മകന മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു, ലോകമറിയുന്ന പണ്ഡിതൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മക്കളോട് മാതാപിതാക്കൾക്കുള്ള കടമകളിൽ ഒന്നാമത്തെ കടമ മക്കൾക്ക് നല്ല ഒരു ഉമ്മയെ കൊടുക്കൽ വാപ്പയുടെ കടമയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇനി വയല് കേൾക്കാമെന്ന വാപ്പമാര് ചിന്തിക്ക്, നിങ്ങളുടെ വീട്ടിലും ഒരെണ്ണം നിൽക്കുന്നുണ്ടല്ലോ. നിങ്ങളും വിവാഹം കഴിച്ച ഒരു ഭാര്യയുണ്ടല്ലോ. ആ പെണ്ണിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്ക്. അവൾ അല്ലാഹുവിനെ പേടിയുള്ളവളാണോ? അവള് പടച്ചറപ്പിനെ ഭയന്ന് ജീവിക്കുന്നവളാണോ? പെങ്ങളെ, ഇത് പറയുമ്പോ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നും. സിറാജ് ഉസ്താദ്, എല്ലാവരും ഞങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എവിടെ വാതിന് പോയാലും പെണ്ണുങ്ങളെ കുറ്റം പറയുകയാ. എന്തേ ഞങ്ങളെ മാത്രം പറയുന്നത്? സങ്കടപ്പെടണ്ട, ദേഷ്യപ്പെടണ്ട. എന്തുകൊണ്ടാണ് നിങ്ങളെ കുറിച്ച് പറയുന്നതെന്നറിയുവോ? നിങ്ങളെ നന്നാക്കാൻ ഞങ്ങൾ കഷ്ടപ്പെടുന്നതിന്റെ കാരണം എന്തെന്നറിയുവോ? പെണ്ണേ, നീ നന്നായാ സർവ്വതും നന്നാകും. പെണ്ണേ, നിങ്ങൾ നന്നായ എല്ലാവരും നന്നാകുമടോ. ഒരു വീട് തന്നെ സ്വർഗമാവുകയാണ്. പെണ്ണ് നന്നായി കഴിഞ്ഞാൽ വാപ്പ എത്ര നല്ലവനാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. വാപ്പ ഉസ്താദാകട്ടെ, തങ്ങളാകട്ടെ, നബിയാകട്ടെ, പ്രഭാഷകനാകട്ടെ, ഹജ്ജ് ചെയ്തവനാകട്ടെ, ആലിമാകട്ടെ, പള്ളിയുടെ പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, എത്ര വലിയ കുത്തുബുൽ അഖ്താബാണെങ്കിലും ഭാര്യ നല്ലവളല്ല, ഭാര്യ ദീനില്ലാത്തവളാണെങ്കിൽ മക്കള് തലതിരിഞ്ഞു പോകുമടോ. വാപ്പ എത്ര നല്ലവനാണെങ്കിലും ഉമ്മ നല്ലവളല്ലെങ്കിൽ മക്കളുടെ കാര്യം പോക്ക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ ഇങ്ങനെ പറയുന്നത്? വാപ്പ നല്ലവനാ, ഉമ്മ ശരിയല്ലെങ്കിൽ മക്കളുടെ കാര്യം പോയി. ഞാൻ നിങ്ങൾക്ക് ചരിത്രം പറഞ്ഞു തരാം. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നബിയ മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം. കൊച്ചാപ്പാടെ പേരല്ല ഞാൻ പറഞ്ഞത്, ഒരു പ്രവാചകന്റെ പേരാ പറഞ്ഞത്, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ഈ നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബിയ. ഈ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ മുസ്ലിമായില്ല. ഈ നൂഹ് നബിയുടെ ഭാര്യ അള്ളാനെ കൊണ്ട് വിശ്വസിച്ചില്ല. തന്റെ പൊന്നാര മകൻ വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാകുന്നത്, ആ മരണത്തിന്റെ വേളയിൽ പോലും നൂഹ് നബി വിളിച്ചു, യാ ബുനയ്യ ഇർകം മഅനാ, കേറ് മോനെ, രക്ഷപ്പെടാടാ, രക്ഷപ്പെടുത്താടാ. വാപ്പാടെ പണി നോക്കിയോ, ഞാൻ എന്റെ പണി നോക്കിക്കൊള്ളാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരു പ്രവാചകനാ, ആ പ്രവാചകന്റെ ഭാര്യ നല്ലവളല്ലാതെ വന്നപ്പോൾ, അള്ളാഹു വിശ്വസിക്കാതെ വന്നപ്പോൾ അവളുടെ മക്കൾ ചത്തുപോകുന്ന അവസ്ഥ വന്നു. മഹാനായ ലൂത്ത് നബി അലിഹിസ്സലാം, അതും പ്രവാചകനാ. ഈജിപ്തിലൊക്കെ പോകുമ്പോ കാണാം, മഹാനായ ലൂത്ത് നബി അലിഹിസ്സലാമിന്റെ ഭാര്യ അള്ളാനെ കൊണ്ട് വിശ്വസിച്ചില്ല. അവിടുത്തെ മക്കളും തലതിരിഞ്ഞു പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു പെണ്ണ് നന്നായാൽ, ഭർത്താവ് എത്ര മോശക്കാരനാണെങ്കിലും എത്രയോ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ നന്നാക്കിയവരില്ലേ? കള്ളുകുടിച്ച് നടന്നിരുന്ന ഭർത്താവിനെ നന്നാക്കിയ പെണ്ണുങ്ങളില്ലേ? നിസ്കരിക്കാത്ത ആണുങ്ങളെ നന്നാക്കിയ പെണ്ണുങ്ങളില്ലേ? ഒരു പെണ്ണ് നന്നായാൽ അവളുടെ മക്കള് നന്നാകും, അവളുടെ ഭർത്താവ് നന്നാകും, ആ വീട് തന്നെ നന്നാകും, ആ
കുടുംബം തന്നെ നന്നാകും. അതുകൊണ്ടാണ് പെണ്ണുങ്ങളെ നിങ്ങളെ കുറിച്ച് ഞങ്ങൾ വഴന്നു പറയുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മോനെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കല്യാണം കഴിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, തുൻകഹുൽ മർഅതു ലി അർബഈന. ഉസ്താദന്മാര് ഖുത്ബ ഉണ്ടല്ലോ നിക്കാഹ് നടത്തുന്ന സമയത്ത്, ആ ഖുത്ബയുടെ വേളയിൽ ഉസ്താദന്മാര് പറയുന്ന വാക്കെന്താണ്? മോനെ, പണമല്ല പരിഗണിക്കേണ്ടത്, സമ്പത്തല്ല പരിഗണിക്കേണ്ടത്, സൗന്ദര്യമല്ല പരിഗണിക്കേണ്ടത്, കുടുംബ മഹിമയല്ല പരിഗണിക്കേണ്ടത്. കെട്ടുന്ന പെണ്ണ് തലമറയ്ക്കുന്നവളാണോ, അവള് നിസ്കരിക്കുന്നവളാണോ, അവൾ അല്ലാഹുവിനെ പേടിയുള്ളവനാണോ എന്ന് നീ പരിഗണിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. നിങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ പരിഗണിക്കേണ്ടത് പണമല്ല. ഇന്ന് പണം മതിയടോ എല്ലാത്തിനും. ഇന്ന് എല്ലാവർക്കും പണം മതി. കല്യാണ ആലോചന വരും, നല്ല പെൺകുട്ടി, നല്ല സൗന്ദര്യമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ കാശില്ല, അതുകൊണ്ട് വേണ്ട. പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ചില ചങ്ങാതിമാരുണ്ട്. എന്റെ ചെറുപ്പക്കാരോട് പറയാ, മക്കളെ വേണ്ടട്ടാ, ദീനില്ല, പണം ഇഷ്ടം പോലെയുണ്ട്. ഇതങ്ങനാണല്ലോ, ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല, പണം ഉണ്ടെങ്കിൽ കെട്ടാൻ ആളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടരുത്. മൻ തസവ്വജ ലിംറഅതി മാലിഹാ, നബി തങ്ങൾ പറയുന്നു, ആരെങ്കിലും പണം നോക്കിയിട്ട് വിവാഹം കഴിച്ചാൽ അല്ലാഹു അവന് ദാരിദ്ര്യം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണം നോക്കിയിട്ട് വിവാഹം കഴിക്കരുത്. പണം നോക്കിയിട്ട് വിവാഹം കഴിച്ചാൽ അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തന്നിരിക്കും. നബി തങ്ങൾ പഠിപ്പിച്ച ഹദീസ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2, സൗന്ദര്യം പരിഗണിക്കുക. സൗന്ദര്യം നോക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ദീൻ വേണം. അല്ലാതെ സിനിമാ നടിയെ കെട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഓൾക്ക് സൗന്ദര്യമുണ്ട്, ദീനില്ല. എന്റെ പൊന്നാര മക്കളെ, നിങ്ങൾ സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടരുത്. ഇന്ന് എന്താ പറയുന്നത്? എല്ലാവർക്കും വെളുത്തതിനെ മാത്രം മതി, കറുത്ത പെണ്ണിനെ ആർക്കും വേണ്ട, കറുത്ത ആണിനെ ആർക്കും വേണ്ട, തൊലി കറുത്തവരെ ആരും വേണ്ട. എത്രയോ വിവാഹങ്ങൾ മുടങ്ങിപ്പോകുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പെൺകുട്ടികളോട് ഞാൻ പറയുന്നു, എന്തിനാ മക്കളെ നിങ്ങൾ ഭയപ്പെടുന്നത്? ആ തൊലി വെളുപ്പ് കണ്ടിട്ട് കെട്ടാൻ വരുന്നവന്റെ കൂടെ കൂടണ്ട, പ്രയോജനമൊന്നുമില്ല. ഞാൻ പറയുന്നത്, എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? ആ പൊട്ടൻ ഈ കറുപ്പിന്റെ വില അറിയാത്തോണ്ടാ. ഓൻ അറിയത്തില്ല കറുപ്പിന്റെ വില എന്താണെന്ന്. തൊലി കറുത്തതിന്റെ പേരിൽ നീ എന്തിനു സങ്കടപ്പെടുന്നു? മസ്ജിദ് നബവിക്കകത്തൊരു സഹാബി ഇരുന്ന് കരയുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തിനാ നീ കരയുന്നേ? അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, നബിയെ, വെളുത്തവര് മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, വെളുത്തവര് മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. നബി തങ്ങൾ പറഞ്ഞു, ഇല്ല. നീ എന്തേ അങ്ങനെ ചോദിച്ചത്? സ്വർഗത്തിൽ പോകണമെങ്കിൽ വെളുപ്പാവണമെന്നില്ലല്ലോ, എന്തേ നീ അങ്ങനെ ചോദിച്ചത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ, ഞാൻ കറുത്തവനായതിന്റെ പേരിൽ ഒരു പെണ്ണും എന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ കറുത്തവനായി പോയതിന്റെ പേരിൽ ഒരു പെണ്ണും എന്നെ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തൊലി കറുത്ത അടിമയായ നീഗ്രയായ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, 4 കറുത്തവർ സ്വർഗത്തിന്റെ നേതാക്കന്മാരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബിതങ്ങൾ പറഞ്ഞു, 4 കറുത്തവര് സ്വർഗത്തിന്റെ നേതാക്കന്മാരാ. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു കറുത്തവനാണ്, അടിമയാണ്, നീഗ്രയാണ്, മുടി ചുരുണ്ടവനാണ്. ആ ബിലാൽ സ്വർഗത്തിന്റെ നേതാവാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ, സൂറത്തുൽ ലുഖ്മാൻ, ഒരധ്യായത്തിന്റെ പേരാണ്. നബിയല്ല, പ്രവാചകനല്ല, ആ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു അവിടന്ന് കറുത്തവനായിരുന്നു. നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. നിറം കറുത്ത പെങ്ങളെ ഖിയാമത്ത് നാൾ വരെ ഓരോ വലിയ പെരുന്നാൾ വരുമ്പോഴും ഓർക്കുന്ന മഹദിയാണ്, മഹദി ഹാജറ. ഇസ്മായിൽ നബിയുടെ പൊന്നാര മകനായ ഇസ്മായിൽ നബിയുടെ ഉമ്മയായ ഹാജറ. ആ ഹാജറ ഐശ്വര്യാറായിയെ പോലെ വെളുത്തവളായിരുന്നില്ല, ആ ഹാജറ കറുത്തവളായിരുന്നു. അല്ലാഹുവേ, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ചെറുപ്പക്കാരാ, പഠിക്കണേ മോനെ. സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ അവൾക്ക് നിന്നെ വേണ്ടെന്ന് തോന്നാ, നാളെ നിന്നെ വേണ്ടെന്ന് അവൾക്ക് തോന്നാ, നിന്നെ അധിക പറ്റായിട്ട് തോന്നാ, മറ്റൊരുത്തനെ കാണുമ്പോ നീ ചേർന്നവനല്ല എന്ന് മനസ്സിലാക്കി കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകാനത് കാരണമാണ്. അവൾ അഹങ്കാരിയായി മാറും. പടച്ചവനെ, നിന്റെ ജീവിതം തന്നെ കണ്ണുനീരിലാകും. നിബിധങ്ങൾ പറഞ്ഞു, കുടുംബ മഹിമ നോക്കല്ലേ, വലിയ വലിയ പുളിങ്കൊമ്പിൽ കയറി പിടിക്കാൻ നടക്കുന്ന ചെറുപ്പക്കാരാ, ദീനില്ലാത്ത കുടുംബത്തിൽ പോയി കേറല്ലേ. നിബിധങ്ങൾ പറയുകയാ, നിനക്കവിടെ ഒരു വിലയുണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പരിഗണിക്കേണ്ടത് എന്തെന്നറിയുമോ? പണമല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല, പക്ഷേ അവൾക്ക് ദീനുണ്ടടോ, അവൾക്ക് ദീനുണ്ടടോ. അവൾ അല്ലാഹനെ ഭയന്ന് നടക്കുന്നവളാണ്, അവൾ പടച്ച റബ്ബിനെ ഭയന്ന് നടക്കുന്നവളാണ്. കെട്ടുന്ന പെണ്ണിന് ദീനുണ്ടോ എന്ന് നോക്കൂ. അല്ലാതെ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ പടച്ചവനെ ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ആണുള്ളത്, ഇതൊന്നുമല്ല ചെറുപ്പക്കാരാ നോക്കേണ്ടത്. ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ച ജീവിതം സ്വർഗമാ, ജീവിതം സ്വർഗമാ. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഉമ്മമാരുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത്. അതുകൊണ്ട് ഒരു പിതാവിന് തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ എന്താ? കഥാ മക്കൾക്ക് അല്ലാഹുവിനെ ഭയമുള്ള ഒരു ഉമ്മയെ കൊടുക്കൽ വാപ്പയുടെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.